ഒരു കടലാസും പേനയും തരും. താങ്കളുടെ പേര് രജനീഷ്. രജനീഷ് ഈ കടലാസ് രജനീഷിന്റെ പോക്കറ്റിൽ ഇടും. തുറക്കണ്ട. ഞാൻ മെന്റലിസ്റ്റ് അല്ല കേട്ടോ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. തുറക്കണ്ട, പോക്കറ്റ് ഇട്ടോളൂ. ഷർട്ടിന്റെ പോക്കറ്റ് ഇട്ടാലും മതി. അതിനൊരു പ്രത്യേകത ഉണ്ടാവില്ല പെർഫോമൻസിൽ. ഇവിടെ ഇട്ടാലും ആരുടെ കയ്യിലെങ്കിലും കൊടുത്താലും മതി. പോക്കറ്റിൽ തന്നെ കിടക്കട്ടെ. ഇതിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യൂ, ഇഷ്ടമുള്ളതിലൊക്കെയോ. ഒന്നുകൂടി. ഇത് 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 അല്ലേ? ഇനി ഇതിൽ നിന്നൊരെണ്ണം എടുക്കും. ഒന്നുകൂടി. 2 നമ്പറാണ് എടുത്തത് അല്ലേ? അവശേഷിക്കുന്നത് ഇതാണ്. തീർച്ചയല്ലേ? അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ. അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച് രജനീഷ് അവസാനം നമ്മൾ എത്തിച്ചേർന്ന സംഖ്യ ഏതാണ്? 8. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ നിന്ന് രജനീഷ് എത്തിച്ചേർന്ന സംഖ്യ എത്രയാണ്? 8. ഉറക്കെ പറയൂ. 8 എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ കൈയമർത്തും. 8. ഇനി ആ കടലാസ് എടുത്ത് ഉച്ചത്തിൽ വായിക്കൂ. 8 വായിക്കൂ. അടിപൊളി. ഇത് മെന്റലിസമാണ്, പക്ഷെ ഇത് അശ്വമേധമല്ല. കാരണം ഇതൊരു ഫേക്കാണ്. ഞാൻ ഈ ചെയ്തത് ഒരു തെറ്റല്ല, ഒരു കല തന്നെയാണ്. ഇതൊരു ട്രിക്കാണ്, ഇതൊരു കൺകെട്ടാണ്. അതല്ല എങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ പ്രീ ഡിസ്പോസ് ചെയ്ത മെന്റലിസവും അശ്വമേധവും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നതിനെ മെന്റലിസം എന്നും, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിലേക്ക് ചോദ്യങ്ങളിലൂടെ ഞാൻ എത്തുന്നതിനെ അനാലിറ്റിക്കൽ ഡിഡക്ഷൻ അഥവാ റിവേഴ്സ് ക്വിസിങ് എന്നും പറയും. മെന്റലിസം ഒരു കലയാണ്, അനാലിറ്റിക്കൽ ഡിഡക്ഷൻ ഒരു വൈജ്ഞാനിക പ്രക്രിയയാണ്. ഞാൻ ലിറ്ററലി ആദ്യമായിട്ട് മെന്റലിസത്തെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഫാൻ കൂടിയാണ്. ഐ ലവ് ഹിം, ഹി ഈസ് എ വണ്ടർഫുൾ കിഡ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പല ഇടപെടലുകളിലും ഒരു സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടിയിട്ട് GS പ്രദീപ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് വിശ്വാസികളുടെ ജനാധിപത്യ ബോധത്തെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഒരു സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചുള്ള സംസാരം എപ്പോഴും നടത്താറുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ കുറിയൊക്കെ ഇട്ട എലസൊക്കെ കെട്ടി GS പ്രദീപിനെ കണ്ടിട്ടുണ്ട് ചില പ്രോഗ്രാംസുകളിൽ. പക്ഷെ അതിലുപരി എപ്പോഴും സയൻസിനെ കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ടെമ്പർ വളർത്താൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിലൂടെ നീളം സഹായിച്ചിട്ടുണ്ട്. അതൊരു പക്ഷെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ടാണോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം ഒരു നിശ്ചയം എപ്പോഴും ഉണ്ടായിരുന്ന മനസ്സിനകത്ത്? ഞാനൊരു ദൈവവിശ്വാസിയാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലെ ദൈവം മനുഷ്യനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒന്നല്ല. എൻ്റെ സയന്റിഫിക് ടെമ്പറമെന്റോ എൻ്റെ യുക്തിഭദ്രതയോ ചിലരെയെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ അടുത്ത് നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം എന്നുള്ളൊരു എഴുതിയതിൻ്റെയൊക്കെ വലിയൊരു മാനത്തിലൊന്നും അല്ല. എങ്കിലും നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാനൊന്നിങ്ങനെ ചേർത്ത് അമർത്തി പിടിച്ചാൽ, നിങ്ങളുടെ മുഖത്തൊരു ചിരിക്കെൻ്റെ ഒരു വാക്ക് കാരണമായാൽ, എന്നെ അല്ല ദൈവം എന്ന് വിളിക്കുന്നത്, ആ വാക്ക്, ആ അമർത്തിപ്പിടിക്കൽ, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഉയരുന്ന എൻ്റെ വിരൽ തുമ്പ്, അതിൻ്റെ പേരാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.